ഹലോ, ഇന്നത്തെ വീഡിയോ എനിക്ക് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. നമ്മുടെ ഇമ്മിക്കുട്ടി ആദ്യമായിട്ട് സ്റ്റേജിൽ കയറി ഒരു പെർഫോമൻസ് ഒക്കെ കാഴ്ചവെച്ചു. അതുകൂടാതെ ഒരു മെഡലും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് വളരെ സ്പെഷ്യലാണ് എനിക്ക്. അതിൻ്റെ വിശേഷങ്ങളാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കൊല്ലം ചവറ തെക്കുംഭാഗം ഗ്രാമപഞ്ചായത്തിലെ അങ്കനവാടി കുട്ടികളുടെ കലോത്സവം റോക്ക് സ്റ്റാർ 2025 എന്ന പേരിൽ തെക്കുംഭാഗം പള്ളിക്കോടി പള്ളി ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ട് സംഘടിപ്പിച്ചിരുന്നു. കലോത്സവം നടന്നത് ഒക്ടോബർ 14 ഇമ്മുക്കുട്ടി ഇപ്പോൾ അംഗനവാടിയിലൊക്കെ പോകുന്നുണ്ടല്ലോ, അപ്പോൾ ഫാൻസി ഡ്രസ്സിന് പേര് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആദ്യമായിട്ട് സ്റ്റേജിൽ കയറാൻ പോകുന്നതുകൊണ്ട് അതിൻ്റെതായ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ. എങ്ങനെ ഒരുക്കണം, ഏത് വേഷമാണ് ഒരുക്കേണ്ടതെന്നൊക്കെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. എന്നാലും ടീച്ചർ പറഞ്ഞു ഇങ്ങനെ ശകുന്തളയായിട്ടൊക്കെ ഒരുക്കാൻ നല്ലതായിരിക്കും എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ശകുന്തള ഓപ്റ്റ് ചെയ്തത്. എന്തുമായിട്ടോ ഒരുങ്ങാൻ പോന്നെ? അങ്ങനെ പരിപാടിയുടെ തലേന്നാണ് നമ്മൾ ശകുന്തളയ്ക്കുള്ള എല്ലാ സാധനങ്ങളും മേടിച്ചത്. കലോത്സവത്തിൻ്റെ അന്ന് രാവിലെ നമ്മൾ മോളെ ഒരുക്കാനായിട്ട് കൊണ്ടുപോയത് രാമമംഗലങ്ങരയിലുള്ള മിറാറിയിലേക്കാണ്. രാമമംഗലങ്ങര ജംഗ്ഷനിൽ തന്നെയാണ് കേട്ടോ മിറാറി ഉള്ളത്. മിറാറിയുടെ ഓണർ ജയലക്ഷ്മി, ഞങ്ങളുടെ സ്വന്തം ചേച്ചിയാണ് മോളെ ഒരുക്കിയത്. ഏകദേശം ഒരു 1/4 മണിക്കൂർ കൊണ്ട് നമ്മൾ ശകുന്തളയായിട്ട് ഒരുക്കി എടുത്തു കേട്ടോ. അപ്പോൾ ഇതാ ഞങ്ങളുടെ ശകുന്തള റെഡിയായി. ഇത് സ്റ്റേജിൽ കയറുമ്പം എന്തൊക്കെ ചെയ്യണമെന്നുള്ള പ്രാക്ടീസ് കിടക്കാണ് കേട്ടോ, വെള്ളം കോരുന്നതായിട്ടും ഒക്കെ. നമ്മൾ ഏകദേശം ഒരു 10:30 ആയപ്പോൾ കലോത്സവ വേദിയിലെത്തി. ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞിട്ട് ഏകദേശം ഒരു 11:30 ആയപ്പോഴാണ് ഫാൻസി ഡ്രസ്സ് സ്റ്റാർട്ടായത്. അങ്കണവാടി കുട്ടികളുടെ കലാമേളയാണ് നമ്മളിവിടെ ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. പരിപാടിയുടെ അധ്യക്ഷനെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. അധ്യക്ഷൻ നമ്മുടെ പഞ്ചായത്തിന്റെ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ സജ്ജുമോൻ അവരുകളെ ക്ഷണിക്കുന്നു. സ്വാഗതം ആശംസിക്കുന്നതിനായി തെക്കുംഭാഗം ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീമതി അപർണ രാജകുമാറിനെ ക്ഷണിച്ചു. കൊല്ലം ജില്ലയിലെ ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന അംഗൻവാടികളാണ് തെക്കുംഭാഗം ഗ്രാമപഞ്ചായത്തിലുള്ളത്. ഇനി നമ്മുടെ കുഞ്ഞു മക്കളുടെ അങ്കണവാടിയിൽ പഠിക്കുന്ന കുഞ്ഞു മക്കളുടെ ഫാൻസി ഡ്രസ് കോമ്പറ്റീഷൻ്റെ കുറച്ച് വിഷ്വൽസ് ആണ്. ഒറിജിനൽ പാട്ടൊന്നും ഞാൻ ചേർത്തിട്ടില്ല കേട്ടോ, നമുക്ക് കോപ്പിറൈറ്റ് കിട്ടും. അതുകൊണ്ട് പാട്ടൊന്നും ഇതിൽ ചേർക്കുന്നില്ല. അങ്ങനെ ഫൈനലി ഇമ്മുക്കുട്ടി സ്റ്റേജിൽ കയറി കേട്ടോ. അപ്പോൾ പ്രിയതമേ ശകുന്തള എന്ന് പറഞ്ഞ പാട്ടായിരുന്നു കേട്ടോ നമ്മൾ പ്ലേ ചെയ്തത്. സ്റ്റേജിൽ കയറിയപ്പോഴത്തേക്ക് ഇത്ര ആളെ കണ്ടപ്പോഴത്തേക്ക് സ്റ്റെപ്പെല്ലാം മറന്നുപോയി. നേരത്തെ നമ്മൾ കണ്ടില്ലേ രാവിലെ പ്രാക്ടീസ് ചെയ്യുന്ന കുടത്തിൽ വെള്ളം കോരിയിട്ടൊക്കെ, അതെല്ലാം പുള്ളിക്കാരി മറന്നുപോയി കേട്ടോ. എന്നാലും സ്റ്റേജിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു പെർഫോമൻസ് ഒക്കെ കൊടുത്തിട്ടാണ് കേട്ടോ ഇറങ്ങിയത്.
അങ്ങനെ ഫാൻസി ഡ്രസ്സൊക്കെ കഴിഞ്ഞ് ലഞ്ച് ബ്രേക്കായി. നമ്മൾ ലഞ്ചൊക്കെ കഴിച്ചിട്ട് വീണ്ടും സ്റ്റേജിലേക്ക് വന്നു. കുറച്ച് നേരം കഴിഞ്ഞ് തിരിച്ചു പോകാമെന്നായിരുന്നു കേട്ടോ വിചാരിച്ചത്. അപ്പോൾ അവിടെ സിംഗിൾ ഡാൻസ് കോമ്പറ്റീഷൻ തുടങ്ങി. പിന്നെ കുട്ടികളെയൊക്കെ കണ്ടപ്പോഴത്തേക്ക് മോൾക്ക് അവരുടെ കൂടെ കളിക്കണം, പിന്നെ സ്റ്റേജിൽ കയറി ഡാൻസ് കളിക്കണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ സിംഗിൾ ഡാൻസിന് പേര് കൊടുത്തു കേട്ടോ. അങ്ങനെ ഞങ്ങൾ വീണ്ടും സ്റ്റേജിൽ കയറി. ഇമ്മക്കുട്ടിക്ക് മോണിക്ക പാട്ടിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ പ്രാക്ടീസ് ചെയ്തിട്ടൊന്നുമില്ല, അപ്പോഴത്തെ ഒരു ആഗ്രഹം പറഞ്ഞ് സ്റ്റേജിൽ കളിക്കണമെന്ന്. അതുകൊണ്ടാണ് നമ്മൾ കയറ്റിയത്. ജസ്റ്റ് ചുമ്മാ 1-2 സ്റ്റെപ്പൊക്കെ ഇട്ടിട്ട് ഇനി ഇറങ്ങി. അങ്ങനെ ഡാൻസ് ഒക്കെ കളിച്ച് ക്ഷീണിച്ച് ഇമ്മക്കുട്ടി അവിടെ ഇരുന്ന് ഉറങ്ങിപ്പോയി. അങ്ങനെ നമ്മൾ ഇനി വീട്ടിൽ പോരുന്നു. അതുകൊണ്ട് സമ്മാനദാനത്തിന് നിന്നില്ല. നെക്സ്റ്റ് ഡേ നമ്മൾ അംഗനവാടിയിൽ ചെന്നിട്ടാണ് മോളുടെ മെഡൽ മേടിച്ചത്. വളരെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ദിവസമായിരുന്നു ആ ഒരു കലോത്സവത്തിൻ്റെ ദിവസം. അതായത് ഇമ്മക്കുട്ടിയുടെ ജീവിതത്തിലെ ആദ്യത്തെ സ്റ്റേജ് പെർഫോമൻസ് ആണ്. അത് മാത്രമല്ല ആദ്യത്തെ മെഡലും. കലോത്സവത്തിന് വന്ന എല്ലാ കുഞ്ഞുമക്കളും നല്ല അടിപൊളിയായിട്ടാണ് കേട്ടോ ഒരുങ്ങി വന്നത്. അതുപോലെ തന്നെ ഫാൻസി ഡ്രസ്സ് മാത്രമല്ല, ഗ്രൂപ്പ് ഡാൻസ്, സിംഗിൾ ഡാൻസ്, പാട്ട് എല്ലാത്തിനും നല്ലപോലെ പെർഫോം ചെയ്തു. അപ്പോൾ എല്ലാവർക്കും അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. ഇനി ഒരുപാട് വിജയങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. പുതിയൊരു വീഡിയോയുമായി ഉടൻ തന്നെ കാണാം.